ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീറ്റിംഗ്സ് ആണ്. ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെ ഒരാളെ ഗ്രീറ്റ് ചെയ്യും. അത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, അതങ്ങനെ പല രീതിക്ക് നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മൾ ജർമ്മനി ചെന്നതിന് ശേഷം ജർമ്മൻ ലാംഗ്വേജിൽ ജർമ്മൻസിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെ ഗ്രീറ്റിംഗ്സ് പറയും, ഓരോ ടൈമിലും നമ്മളത് ഏതൊക്കെ രീതിയിൽ വ്യത്യസ്തപ്പെടുത്തി പറയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ രാവിലെ കാണുമ്പോഴും ഈവനിങ് കാണുമ്പോഴും ഒരു ദിവസത്തേക്ക് നമ്മൾ വിഷ് ചെയ്യുമ്പോഴും പല രീതിക്ക് അവരവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗുഡ് മോർണിംഗ്. ഗുട്ടൻ മോർഗൻ, അതാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഗുഡ് ഡേ, ഗുട്ടൻ ടാഗ്. ഗുഡ് ഡേക്ക് നമ്മൾ പറയുന്നതാണ് ഗുട്ടൻ ടാഗ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഗുട്ടൻ ആബൻഡ്. ഗുഡ് എന്ന് പറഞ്ഞാൽ ഗുട്ടൻ ആണ്, ഗുട്ടൻ എന്നാണ് ഗുഡിന് പറയുന്നത്. അതേപോലെ ഗുഡ് നൈറ്റ്, ഗുട്ടേ നാഹ്റ്റ്. NACH അവിടെ നമ്മൾ ഹ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. സി സൈലൻ്റ് ആയിരിക്കും, എച്ച് ആയിരിക്കും അവിടെ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഗുട്ടേ നാഹ്റ്റ്. നൈസ് വീക്കെൻഡ്, ഷോണസ് വൊഹനൻഡേ. പിന്നെയുള്ളത് ഗ്രേറ്റ് ഹോളിഡേ, ഷോണൻ ഉർലൗബ്. ഗുഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോണേ സൈറ്റ്. ഇപ്പോൾ കാണുന്നത് നമ്മൾ ഓരോ വേർഡ്സിലും ഈ ലെറ്റേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ ഒരു എക്സാമ്പിളുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട്സായിട്ട് എടുക്കാം. ഈ ഓരോ ക്ലാസ്സിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ ഓരോ ക്ലാസ്സായിട്ട് എടുത്ത് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 1 to 1.5 month കൊണ്ട് നമുക്ക് ഓരോ ലെവൽസും കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാലോ A1, A2, B1, B2 അങ്ങനെ ഓരോ ലെവൽസും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് ജർമ്മൻ പഠിക്കാം.